നദി നദി നിരന ഉദനിത താനി താനി നദി നദി നിരന നദി നദി നിരന ഉദനിത താനി താനി നദി നദി നിരന നദി നദി നിരന ഉദനിത താനി താനി നദി നദി നിരന നദി നദി നിരന ഉദനിത താനി താനി നദി നദി നിരന മഹാസംഗമമേള കേളിയൊരുക്കും മഹാസംഗമമേള അപൂർവ സുന്ദര യുവജനമേള അപൂർവ സുന്ദര യുവജന. 8ാമത് കേളി അന്താരാഷ്ട്ര കലാമേളയുടെ കിക്ക് ഓഫ് ഇക്കഴിഞ്ഞ ഡിസംബർ 26-ാം തീയതി സ്വിറ്റ്സർലൻഡിലെ വിൻഡത്തൂറിൽ വെച്ച് പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീമാൻ KG മർക്കോസ് നിർവഹിച്ചു. തദവസരത്തിൽ കേളിയുടെ പ്രസിഡന്റ് ശ്രീ ബെന്നി പുളിക്കലിന്റെയും മറ്റ് കേളി പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ കുമാരി അൽഷ വെളിയത്തിന്റെ പക്കൽ നിന്നും ആദ്യ രജിസ്ട്രേഷൻ സ്വീകരിച്ചുകൊണ്ട് ശ്രീ മർക്കോസ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. നമ്മുടെ ഇടയിലെ യുവപ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ കേളി എന്നും മുൻനിരയിലാണ്. കേളി ഒരു മാതൃക തന്നെയാണ്. ഈ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ 8 വർഷങ്ങളായി കേളി സ്വിറ്റ്സർലൻഡിൽ ഇൻ്റർനാഷണൽ കലാമേള സംഘടിപ്പിച്ചു വരുന്നു. 2011 ഇൻ്റർനാഷണൽ കലാമേളയ്ക്കുള്ള ടീം ജോസ് വെളിയത്തിൻ്റെ നേതൃത്വത്തിൽ സന്നദ്ധമായി കഴിഞ്ഞിരിക്കുന്നു. പ്രഗത്ഭമായ ഈ ടീമിന് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും വിജയാശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. നമസ്കാരം. എൻ്റെ പേര് ജോസ് വെളിയത്ത്, കേളി ഇൻ്റർനാഷണൽ കലാമേളയുടെ ജനറൽ കൺവീനർ. കടല് കടന്നിട്ടും കല കൈമോശം വന്നിട്ടില്ലാത്ത കലാ ആസ്വാദകരെ അത്യധികം ചാരിതാർത്ഥ്യത്തോടും ഉത്സാഹത്തോടും കൂടിയാണ് ഞാൻ ഈ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. വരുന്ന ജൂൺ മാസം 11-12 തീയതികളിൽ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായ ഫെറൽഡോർഫിലെ മേർച്ചെക് ഈ വർഷത്തെ കലാമേള അരങ്ങേറുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതത്തിന് പുറത്ത് പ്രവാസികൾക്കായി നടക്കുന്ന ഏറ്റവും വലിയ കലാമാമാങ്കം അത്യധികം ഗംഭീരമായി നടത്തുന്നതിനു വേണ്ടി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കുന്നത്. കേളി കുടുംബാംഗങ്ങൾക്കൊപ്പം എൻ്റെ നേതൃത്വത്തിൽ 6-അംഗ കൺവീനർ കമ്മിറ്റി കലാമേളയുടെ വിജയത്തിനായി പ്രവർത്തിക്കുന്നു. കേളി അന്താരാഷ്ട്ര കലാമേള 2011 നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വിൻസി രാമനാഥൻ. എൻ്റെ ഉത്തരവാദിത്തം ജഡ്ജ്മെൻ്റാണ്. മത്സരാർത്ഥികളുടെ വിധി നിർണയം ഏറ്റവും കുറ്റമറ്റമാക്കുന്നതിനോടൊപ്പം ഏറ്റവും നല്ല വിധികർത്താക്കളെ കണ്ടുപിടിക്കുന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനായി ഞാനും എൻ്റെ ടീമും പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. എൻ്റെ പേര് പയസ് പാലാത്രക്കടവിൽ. കേരളയുടെ ആഘോഷങ്ങളിൽ ആതിഥേയത്തിന് എന്നും പ്രമുഖ സ്ഥാനം തന്നെയാണുള്ളത്. കേരളയുടെ കലാമേളകളിൽ ഹോസ്പിറ്റാലിറ്റിയുടെ ഉത്തരവാദിത്വം എന്നും ഒരു വെല്ലുവിളി തന്നെയാണ്. രുചികരമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കി മിതമായ നിരക്കിൽ കേരളി വിതരണം ചെയ്യുന്നു. 2 ദിവസങ്ങളിലായി നടക്കുന്ന കേളി ഇന്റർനാഷണൽ കലാമേളയിലെ 1000-ലധികം വരുന്ന ക്ഷണിതാക്കളുടെ ആവശ്യത്തിന് വേണ്ട ഭക്ഷണപാനീയങ്ങളുടെ ക്രമീകരണത്തിന്റെ തിരക്കിലാണ് ഞങ്ങൾ. അതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി പരിചയസമ്പന്നരായ ഒരു വലിയ ടീം എന്നോടൊപ്പം പ്രവർത്തിക്കുന്നു. രുചികരമായ ഭക്ഷണ സാധനങ്ങളുമായി ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. എൻ്റെ പേര് സ്റ്റീഫൻ ചിലക്കുടം. ഈ വർഷം എനിക്ക് സ്റ്റേജ് മാനേജ്മെന്റ് ചാർജാണുള്ളത്. 100 കണക്കിന് മത്സരങ്ങൾ യഥാസമയം സ്റ്റേജ് ചെയ്യുന്നതിനായി മത്സരാർത്ഥികൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഒരുക്കുന്നതിനൊപ്പം ഗ്രാൻഡ് ക്ലോസിംഗ് സെറമണി ഒരു അനുഭവമായി മാറ്റുന്നതിന് വേണ്ടിയായിരിക്കും എൻ്റെ നേതൃത്വത്തിലുള്ള ടീം പ്രവർത്തിക്കുക. നമസ്കാരം.
രജിസ്ട്രേഷൻ്റെയും ചാർട്ടിങ്ങിൻ്റെയും ചാർജുള്ള ബാബു കാട്ടുപാലത്തിനെ പ്രതിനിധീകരിച്ചാണ് ഞാനിവിടെ ഇരിക്കുന്നത്. വിവിധ സ്റ്റേജുകളിലായി 50 മണിക്കൂറുകളോളം നീളുന്ന മത്സരങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നായി 250-ൽ പരം മത്സരാർത്ഥികൾ 400-ൽ പരം മത്സരങ്ങൾ കാഴ്ചവെക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മുൻ വർഷങ്ങളിലെ പോലെ രജിസ്ട്രേഷനും ചാർട്ടിങ്ങും പൂർണ്ണമായും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലേക്കായി ബാബുവിനോടൊപ്പം വളരെ പരിചയസമ്പന്നരായ ഒരു ടീം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ജിനു കളങ്ങര. കേളി ഇന്റർനാഷണൽ കലാമേള പബ്ലിസിറ്റി ആൻഡ് മൾട്ടിമീഡിയയുടെ ഇൻചാർജാണ് ഞാൻ. കലാമേളയെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് യഥാസമയം നിങ്ങളിൽ എത്തിക്കുന്നതിനായി സ്വിറ്റ്സർലൻഡിലെ യുവപ്രതിഭകളെ ഒരുമിപ്പിച്ച് ഒരു ടീം എൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇസബൽ താമരശ്ശേരി. ഞാൻ ഫിലിപ്പ് എഴുകാട്ടെ. ഞങ്ങൾ സ്വിറ്റ്സർലൻഡിലെ യൂത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ജൂൺ 11-12 നമസ്കാരം, എൻ്റെ പേര് ശില്പ തളിയത്ത്. ഞാൻ സ്വിറ്റ്സർലാൻഡിലെ ബാസലിൽ നിന്ന് വരുന്നു. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 5 വർഷമായി ഞാൻ കേളി കലാമേളയിൽ പങ്കെടുക്കുന്നു. നോൺ ഡാൻസിലും ഡാൻസിലും എനിക്ക് ഒത്തിരി സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കേളി നാട്ടിൽ നടത്തിയ പ്രവാസി മേളയിലും ഞാൻ പങ്കെടുത്തിരുന്നു. കൂടാതെ 2010-ൽ സൂര്യ ഇന്ത്യ നൽകിയ കലാതിലക പട്ടവും ദീപിക നൽകിയ ബെസ്റ്റ് ഡാൻസ് പെർഫോമർക്കുള്ള കലാരത്ന അവാർഡും എനിക്ക് ലഭിച്ചു. 2011-ൽ വരാൻ പോകുന്ന കേളി കലാമേളയിലേക്ക് അതിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ള എല്ലാ കുട്ടികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. കാവ്യകുളങ്ങര 2009-ലെ കേളിയുടെ കലാതിലകം, 2010-ലെ വേൾഡ് മലയാളിയുടെ യൂത്ത് സ്റ്റാർ, സ്വിറ്റ്സർലൻഡിൽ ജനിച്ചു വളർന്ന് പുഞ്ചിരിച്ച മുഖവുമായി നാടിന്റെ കലയെ സ്നേഹിച്ച ഈ കൊച്ചു കലാകാരി ശാസ്ത്രീയ നൃത്തത്തിലും നാടോടി നൃത്തത്തിലും ഏകാഭിനയത്തിലും മികവ് തെളിയിച്ചാണ് ഈ നേട്ടം കൈവരിച്ചത്. ഞാൻ കാവ്യ കുളങ്കര, 5ാം ക്ലാസ്സിൽ പഠിക്കും. കേളി ഇന്റർനാഷണൽ കലാമേള 2009-ല് കലാതിലകമായിരുന്നു ഞാൻ. 2010-ല് വേൾഡ് മലയാളിയുടെ യൂത്ത് സ്റ്റാറുമായി മേളയായ കേളി കലാമേള ഞാനും വരുന്നുണ്ട്. നിങ്ങളും വരില്ലേ? കഴിഞ്ഞ 5 വർഷങ്ങളായി തുടർച്ചയായി കേളി കലാമേളയിൽ പങ്കെടുക്കുന്ന എനിക്ക് 2008-ൽ കലാതിലക പട്ടവും 2009-ൽ ഡോക്ടർ ആബേൽ മെമ്മോറിയൽ ട്രോഫിയും കിട്ടിയിട്ടുണ്ട്. ഓരോ കലാമേളയിലും യൂറോപ്പിലെ പുതിയ കൂട്ടുകാരെ പരിചയപ്പെടാൻ അവസരം ലഭിക്കുന്നു. വർഷങ്ങളായി കേളി നൽകിയ പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ വർഷം വിയന്നയിൽ അരങ്ങേറ്റം നടത്താൻ എനിക്ക് സാധിച്ചത്. 2011 കലാമേളയ്ക്ക് എല്ലാവിധ ആശംസകളും. ഈ വർഷവും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ചഞ്ചലനയനം കുഞ്ചിത ചിപുരം ചഞ്ചലനോ. Hi, I'm Lourdes Thomas from Vienna, Austria. Keli International Kalamela 2007-ലെ കലാതിലകവും ഫാദർ ആബേൽ മെമ്മോറിയൽ ട്രോഫി ജേതാവുമാണ് ഞാൻ. 2008-ൽ ദീപിക കലാരത്നം അവാർഡും നേടിയിട്ടുണ്ട്.
കേളി ഇന്റർനാഷണൽ കലാമേള എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് ഒരു കോമ്പറ്റീഷൻ മാത്രമായിട്ടല്ല ഞാൻ കാണുന്നത്. മോർ ദാൻ ദാറ്റ് ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഫൺ. കൂടുതൽ ഫ്രണ്ട്സിനെ കിട്ടുക, കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടുക, നല്ല പെർഫോമൻസസ് കാണുക, അതുകൊണ്ട് അവനോ തന്നെ ഇൻസ്പയർഡ് ആകുക, നല്ല പെർഫോമൻസസ് കാഴ്ചവെക്കുക, പല പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പിള്ളേരായിട്ട് മത്സരിക്കുക. അങ്ങനത്തെ ഒരു അവസരം ഇവിടെ കിട്ടുകയെന്ന് വെച്ചാൽ ഇറ്റ്സ് യുണീക്ക്. മാത്രമല്ല ഇന്ത്യയുടെ പുറത്ത് താമസിക്കുന്ന പിള്ളേർക്ക് ഇന്ത്യയുടെ കുറേ കലാരൂപങ്ങളും നേരിട്ട് കാണാനുള്ള ഒരു വേദിയുമാണിത്. കേളി ഇന്റർനാഷണൽ കലാമേള ഒരിക്കലും മിസ് ചെയ്യാൻ തോന്നാറേ ഇല്ല. അവിടെ ചെല്ലുമ്പോൾ അത്രയ്ക്ക് ഫണ്ണാണ്. സോ ഈ വർഷവും കൂടുതൽ ഫണ്ണും കൂടുതൽ മോട്ടിവേഷനോടെയും ഒരു ബെറ്റർ പെർഫോമൻസസ് കാഴ്ചവെക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ആൻഡ് ഐ വിഷ് ദ കേളി ടീം ഗുഡ് ലക്ക് and hope that Keli International Kalamela 2011 will be just as great as all the other years. മാന്യ പ്രേക്ഷകർക്കും കേളി ഇന്റർനാഷണൽ കലാമേളയുടെ സംഘാടകർക്കും എന്റെ നമസ്കാരം. ഞാൻ ആശ പാലാട്ടി, ബാസൽ ലാൻഡ് ആൽഷ്വിലിൽ താമസിക്കുന്നു. മട്ടൂറയ്ക്ക് ശേഷം ഇപ്പൊ ബാംഗ്ലൂരിൽ സാൻ മെഡിസിൻ സെക്കൻഡ് ഇയർ പഠിക്കുന്നു. കേളി ഇന്റർനാഷണൽ കലാമേളയുടെ 7ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ സ്വിറ്റ്സർലൻഡിൽ ഇല്ലായിരുന്നിട്ടും ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി 2 വാക്ക് സംസാരിക്കാൻ അവസരം തന്ന കേളി സംഘാടകർക്ക് എന്റെ പ്രത്യേക നന്ദി. 2006 കേളി ഇന്റർനാഷണൽ കലാമേളയിൽ കലാകൽക്ക പട്ടത്തിനും ദീപിക കലാരത്ന പട്ടത്തിനും ഞാൻ അർഹയായി. അതുപോലെ 2007 ദീപിക കലാരത്ന പട്ടത്തിനും. പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേളി തീർച്ചയായും ഒരു പ്രചോദനമാണ്. കാരണം നമ്മുടെ നാടിന്റെ തനതായ കലകളും നമ്മിലെ കഴിവുകളും വളർത്തിയെടുക്കാൻ കേളി ഒരുക്കുന്ന ഈ കലാ സാംസ്കാരിക മേള എന്തുകൊണ്ടും പ്രശംസനീയമാണ്. ഇന്ന് ഇതൊരു മികവുറ്റ കോമ്പറ്റീഷനായി മാറിയിരിക്കുന്നു. കേരളത്തിലെ കലോത്സവത്തിനോട് കിടപിടിക്കത്തക്ക വിധത്തിലാണ് ഇന്ന് നമ്മുടെ മത്സരാർത്ഥികൾ. ഈ 2ാം തലമുറയിലെ മത്സരാർത്ഥികൾ മികവുറ്റ വൈഭവം കാഴ്ചവെക്കുമ്പോൾ കുട്ടികളുടെ കലാവൈഭവം മനസ്സിലാക്കി കുറ്റമറ്റ വിധി നിർണയത്തിലൂടെ പുതിയ പ്രതിഭകളെ വാർത്തെടുക്കാൻ കേളിക്ക് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു. കേളിയുടെ കലാമേളയിൽ കഴിഞ്ഞ വർഷം വരെ എന്റെ സഹോദരങ്ങളും ഞാനും പങ്കെടുത്തിരുന്നു. ഈ വർഷം പങ്കെടുക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും കലാമേളയുടെ വിജയത്തിനു വേണ്ടി എല്ലാവിധ മംഗളങ്ങളും ഞാൻ ആശംസിക്കുന്നു. 1000 കവർത്തലങ്ങളെ വിരിയിച്ച് ഒരു പൂമഴയായി കേളി മാറട്ടെ. ഏതൊരു സംഘടനയായാലും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കുമ്പോഴാണ് ആ സംഘടന അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നത്. സോഷ്യൽ കമ്മിറ്റ്മെന്റുള്ള അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഭാരതത്തിലെ ഏറ്റവും നല്ല പ്രവാസി സംഘടനയ്ക്കുള്ള പുരസ്കാരം നേടിയ കേളിക്ക് ഇനിയും കലാസാഹിത്യ മേഖലകളിലും സേവന മേഖലകളിലും വിജയക്കൊടി പാലിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. അച്ഛനെന്റെ ചിതാഭസ്മം കൊടുക്കണം. അതുവരെ അച്ഛനത് സൂക്ഷിച്ചു വെക്കണം. അച്ഛനത് സൂക്ഷിച്ചു വെക്കില്ല. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സൂര്യ തളിയത്. ഞാൻ സ്വിറ്റ്സർലൻഡിലെ ബാസിൽ നിന്ന് വരുന്നു. കേളി വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന കലാമേളയിൽ എല്ലാ വർഷങ്ങളും ഞാൻ പങ്കെടുത്തിരുന്നു. കലാമേള 2004-ലും 2005-ലും കലാതിലകവും 2007 കലാതിലകം റണ്ണറപ്പുമായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള കുട്ടികളെ കലാപരമായി വളർത്താൻ കേളി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംരംഭം സ്വാഗതാർഹമാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള കുട്ടികൾ പങ്കെടുക്കുന്നതുകൊണ്ട് അവരുമായി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ കേളി വഴി എനിക്ക് സാധിച്ചു. 2009 കേളി നാട്ടിൽ നടത്തിയ പ്രവാസി മേളയിലും ഞാൻ പങ്കെടുത്തിരുന്നു. അതെനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു. കലാമേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളെയും 2011 നടക്കാൻ പോകുന്ന കലാമേളയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി. നമ്മുടെ കൊച്ചു കലാകാരികളെയും കലാകാരന്മാരെയും മുൻപിൽ നിർത്തിക്കൊണ്ട് 8ാം പ്രാവശ്യവും കേളിയിത ഭാരത കലാ സംസ്കാരത്തെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്നതിനായി അത്യധികം ഉത്സാഹത്തോടെ കൂടുതൽ കലാമേള വിശേഷങ്ങളുമായി വീണ്ടും പ്രതീക്ഷിക്കുക.